ഏഞ്ചൽ ബിൻഡവളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഫ്രണ്ട് കഴുത്തുണ്ടല്ലോ. ഈ ഫ്രണ്ട് കഴുത്ത് നമ്മൾ തയ്ച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഷോൾഡർ പിടിപ്പിക്കുമല്ലോ. ഈ ഷോൾഡർ തുമ്പ് അകത്ത് ഒളിപ്പിച്ച് വെക്കാനായിട്ട് ചിലർക്ക് അറിയാമല്ല. ചിലർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്ക പഠിച്ചിട്ട് പോയ പിള്ളേർക്ക് അറിയത്തില്ല. അവർ ഫോണിൽ കൂടെ എന്നെ വിളിച്ച് ചോദിക്കും. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും വിശദമായിട്ട് ഒന്നുകൂടെ വീഡിയോ ഇടാൻ പോവുകയാണ്. നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം തയ്ച്ചിവിടെ വെച്ചു. അത് കഴിഞ്ഞ് ബാക്കിലെ ഈ ലൈനിങ്ങും ഇതും കൂടെ നമ്മൾ ഒരു പ്രാവശ്യം സെറ്റാക്കി വെക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ബാക്കിലെ പീസ് എടുത്ത് ഇവിടെ ഇടുവാണ്. ഇവിടെ ഇട്ടിട്ട് ഇതിന്റെ ലൈനിങ് ഈ ഭാഗത്തല്ലേ കിടക്കുന്നത്, നല്ല ഭാഗം ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ നല്ല ഭാഗം എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആ നല്ല ഭാഗത്തോട് നമ്മൾ ഫ്രണ്ട് പീസിന്റെ ഒരു ഭാഗം ഇടുക. ഇതിപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ ഇട്ടാല് ഈ ലൈനിങ് ഇതിവിടെ സെറ്റ് ആകത്തില്ല. അപ്പൊ എന്തെടുക്കണമെന്നറിയാവോ, നമ്മൾ ഇത് ഇപ്പുറം വെട്ടണം. ഇപ്പുറം ഇടുമ്പോഴത്തേക്ക് കണ്ടോ ലൈനിങ്ങും ഈ ലൈനിങ് കൂടെ സെറ്റാണ്. ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും തെറ്റ് വരും, നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചല്ലോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്റെ മോൾ പോട്ട് നമ്മൾ ഇതിന്റെ നല്ല പീസ് ഫ്രണ്ട് പീസിന്റെ ഏത് പീസാണ് നല്ലതെന്ന് വെച്ചാൽ ആ ഭാഗം ഇതിനകത്തോട്ട് ഇടുക. ഇപ്പൊ ഫ്രണ്ട് പീസ് എവിടെ വെച്ചെങ്കിൽ ഇത് ബാക്കിന്റെ നല്ല ഭാഗം എടുത്ത് ഇതിന്റെ മോൾ പോട്ട് വെക്കുക. ഇതിന്റെ മോൾ പോട്ട് വെച്ചിട്ട് നമ്മൾ തയ്ക്കണം. ഒരു പ്രാവശ്യം തയ്ക്കണം. ഇങ്ങനെ രണ്ട് സൈഡും തയ്ക്കണം. അപ്പൊ നമ്മൾ ഈ സൈഡ് അടിച്ചേ. ഇനി നമ്മൾ ഇത് തിരിച്ചിടുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അത് തിരിഞ്ഞു സെറ്റായപ്പോൾ നമുക്ക് ഈ അകത്തെ തുമ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അകത്തെ തുമ്പ് ഇപ്പുറത്താണ്. ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് അകത്തൊളിച്ചു. അങ്ങനെയാണ് തയ്ക്കുന്നത്. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാവോ, ഇതിന്റെ മുകളിൽ കൂടെ ഈ വരിപ്പ് ചേർത്ത് ഓരോ തയ്യലൂടെ കൊടുക്കണം. ഒരു തയ്യലല്ല, ഈ ഒരു തയ്യൽ തയ്ച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി ഒരു തയ്യലൂടെ തയ്ക്കണം. എറമ്പ് ചേർത്ത് ഇവിടെ ചുളുക്ക് വരാതെ നല്ലതുപോലെ വലിച്ചു പിടിച്ചും കൊണ്ട് തയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് തുമ്പൊളിച്ച് നമ്മളിതിന്റെ ഷോൾഡർ പിടിപ്പിക്കുന്നത്. തുമ്പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഭംഗിയായിരിക്കും. നമ്മൾ ഇവിടെ തയ്യൽ കാണത്തില്ല. നമ്മുടെ തയ്യൽ അകത്ത് കയറിപ്പോയി. ഇനിയാണ് നമ്മൾ ഇവിടെ കൈ പിടിപ്പിക്കുന്നത്. അപ്പോൾ കഴുത്തിന്റെ അവിടെ ആണേലും നമ്മുടെ തയ്യൽ ഇവിടെ എങ്ങും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.